ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഈസി അടിപൊളി അമ്മയുടെ ചിക്കൻ കറി തയ്യാറാക്കാൻ നോക്കാം. ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഗ്രാമ്പൂ, ഏലക്കായ, കറുകപ്പട്ട, പച്ചമുളകും കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് സബോള അരിഞ്ഞു വെച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കാം. സബോള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടിയും അതിൻ്റെ കൂടെ ചേർക്കാം. സബോള നന്നായി ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് കാന്താരിമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കാന്താരിമുളക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. മിക്സിയുടെ ഒരു ജാറെടുത്ത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, വെളുത്തുള്ളി, കുറച്ച് കുരുമുളകും ഗരം മസാല കൂട്ടും കൂടിയും ചേർക്കാം. പെരുംജീരകം, കറുകപ്പട്ട, ഏലക്കായ എല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഈ മസാലക്കൂട്ട് നമ്മുടെ സബോളയിലേക്ക് ആഡ് ചെയ്യാം. പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ആ മസാലയുടെ കൂട്ടും കൂടി അതിലേക്ക് ഇട്ടപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ പിന്നെ ഇളക്കിയില്ലെങ്കിലും അടിയിൽ പിടിക്കില്ല. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. കറിയിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ കുത്തുമണമൊക്കെ ഒന്ന് പോയി നല്ലൊരു സ്മെല്ല് വരണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയും തക്കാളിയും എല്ലാം ഒരുവിധം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കനും കൂടി ആഡ് ചെയ്യാം.
ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് ഒരു നാരങ്ങയും കൂടിയും പിഴിഞ്ഞ് കൊടുക്കാം. ചിക്കൻ നന്നായി സോഫ്റ്റ് ആയിട്ടിരിക്കും. നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കനൊന്ന് 10 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് മല്ലിയിലയും കറിവേപ്പിലയും കൂടിയും ലാസ്റ്റായിട്ട് ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയില ചിലവർക്ക് ഇഷ്ടാവില്ല, അപ്പോൾ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അമ്മയുടെ ഈസി ചിക്കൻ കറി റെസിപ്പി ഇവിടെ റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചോറിൻ്റെ കൂടെ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.